ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. ഇവളോട് ആണോ? ഭയങ്കര. അതറിയില്ല നിങ്ങക്ക്? ആ കഥയുണ്ടോ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുൽ അല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണല്ലോ. അതെ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം? രാഹുൽ ആദ്യമായി വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. എന്റെ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? ട്രോളിന്റെ വലിയ വിക്ടിം. ട്രോളൊന്നും അല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. എനിക്ക് ശരിക്കും കൃത്യമായി കാര്യം കൃത്യമായി. അല്ല, ഈ സാറ് കണ്ടടാ നിന്നെ ഇപ്പൊ ഇല്ലാണ്ടായെങ്കിൽ നീ എന്താ മുഖം പൊത്തിയത്? സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. നീ എന്തിനാ എന്റെ മോളെ കാണാൻ വന്നത്? ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത. ചിന്ത ആർക്കും ഇഷ്ടം. എനിക്ക് വയ്യ. മാധവന് രുക്മിണി ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ, അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. കുറെ വർഷമായി. അപ്പം 2016 തോന്നുന്നു. 17 ചിന്ത ഓർത്ത് വെച്ചേക്കാം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവര് മറ്റേ പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം മാത്രം ഓർമ്മിച്ചിരിക്കുക. എന്താ കാര്യം? എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇഷ്ടാണല്ലോ. എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. വിളിച്ചു പറഞ്ഞ ഞങ്ങളോടത് വേണ്ടായിരുന്നു. ഏതൊരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ടു മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം എവിടത്തെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രസംഗം, എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. രാഹുലിന്റെ അന്നത്തെ 2017 പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോഴും ചിന്ത മനസ്സ് വെച്ചേക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. വീട്ടുകാർ എങ്ങനെ ഇപ്പൊ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച്? ആ, അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുലിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാര. നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മിണിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രയോഗമാണെന്നോ ഒക്കെ. പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. അല്ല വ്യത്യസ്തമാണ്. പ്രണയത്തിനൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കല്യാണമൊക്കെ കർണാടക നടത്താം. അരുണേ അല്ല, പ്രത്യയശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാ. പ്രത്യയശാസ്ത്രപരമായിട്ട് നോയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രത്യയശാസ്ത്രപരമായ നോ ആദ്യമായിട്ടാ കേൾക്കുന്നില്ലേ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഒന്ന്, എനിക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല.